വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പ് കടിയേറ്റ് മരിച്ച അൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്നു. കുരുന്നുബാലന് യാത്രാമൊഴിയേകാൻ നാടൊന്നടങ്കം കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമെത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച അൽജോയുടെ മൃതദേഹം രാവിലെ 11ഓടെ കടമ്പോടുള്ള വീട്ടിൽ കൊണ്ടുവന്നു. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അൽജോയെ അവസാനമായി ഒരു നോക്കു കാണാൻ സഹപാഠികളും പ്രധാനാധ്യാപിക PM ലിഷയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുമെത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, വെള്ളിക്കുളങ്ങര വരന്തരപ്പള്ളി പോലീസ് SHOമാർ, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ സീനിയർ വൈദികരും അൽജോയുടെ വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംസ്കാര ശുശ്രൂഷയിൽ കൊടുങ്ങ പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ ജെയ്സൺ വടക്കുംചേരി, ഫാദർ ഡേവി കാവുങ്ങൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 3 മുറി പള്ളി വികാരി ഫാദർ തോമസ് വെളക്കനാടനും പള്ളിയിൽ നടന്ന സംസ്കാര കർമ്മങ്ങളിൽ സംബന്ധിച്ചു. അൽജോയുടെ പിതാവ് സിൽജോയും അമ്മ ജോൺസിയും നെഞ്ചുപൊട്ടി അലറിക്കരഞ്ഞത് കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു. ശനിയാഴ്ച രാത്രി മാതാപിതാക്കളായ സിൽജോയ്ക്കും ജോൺസിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന അൽജോയെ സഹോദരൻ അനൂഷിനെയും ഞായറാഴ്ച പുലർച്ചെ അവശനിലയിൽ കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. വൈകാതെ അൽജോ മരിക്കുകയും ഗുരുതരാവസ്ഥയിലായ അനൂഷിനെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തലേന്നു കഴിച്ച ആഹാരത്തിൽ നിന്ന് വിഷബാധയേറ്റതാണെന്ന് ആദ്യം സംശയിച്ചെങ്കിലും ഡോക്ടർ പാമ്പ് കടിച്ചതാകാമെന്ന് സൂചന നൽകിയതിനെ തുടർന്ന് വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കുട്ടികൾക്ക് പാമ്പുകടിയേറ്റതാണെന്ന് വ്യക്തമായത്. അങ്കമാലി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അനൂഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. അനൂഷ് കണ്ണു തുറന്നുവെന്നും ബോധാവസ്ഥയിലാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു.